ഹലോ നമസ്കാരം, ഞാൻ നിത. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ചെറുപയർ എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കുതിർത്ത് വെച്ചിട്ടില്ല, നേരിട്ട് യൂസ് ചെയ്യാണ്. ചിലർ കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ എടുക്കണവരുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. നമുക്കിതിൽ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർക്കാണ്. ഇത് കുതിർത്ത് വെച്ചില്ലെങ്കിലും ഒരു 3-4 വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. പക്ഷെ നമ്മൾ കടലയൊക്കെ ആണെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിടാൻ മറന്നു പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം എത്ര വിസിലടിച്ചാലും അതിൻ്റെ ഉള്ളിൽ അത്ര സോഫ്റ്റ് ആവില്ല. പുറമേ നമ്മൾ വെന്തതുപോലെ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കട്ടിയായിട്ട് ഇരിക്കണ്ട. പക്ഷെ ചെറുപയറിന് ആ പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ അഥവാ മറന്നു പോവുകയാണെങ്കിൽ, വെള്ളത്തിലിടാൻ മറന്നു പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതൊരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴയരുത്, ആവശ്യത്തിനുള്ള ഒരു വേവിൽ വേണം. കാരണം നമുക്ക് ഇനിയും ഒന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചെറുപയറിനനുസരിച്ച് വേവിൽ വ്യത്യാസം വരും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ കുതിർത്ത് വെച്ചതാണെങ്കിൽ 1 വിസിൽ അടിച്ചാൽ മതി. എന്നിട്ട് നോക്കുക, വെന്തില്ലെങ്കിൽ പിന്നെയും വയ്ക്കാം. എണ്ണ ചൂടായി കടുകിട്ട് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ക്യാമറയിലേക്ക് എണ്ണ തെറിക്കുന്നുണ്ട്. കറിവേപ്പില ഞാൻ കഴുകിയിട്ട് എടുത്തിരിക്കുകയാണ്. ആ വെള്ളത്തിൽ നിന്ന് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊണ്ടാണ് ആ എണ്ണ തെറിക്കുന്നത്. എന്നാൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർക്കാം. ഞാനൊരു വലിയ ഉള്ളി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് വളരെ പതുക്കെ വാട്ടിയെടുത്താൽ മതി. ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണിത്. നമുക്ക് പച്ചമണം മാറാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കഞ്ഞിയും പയറുമൊക്കെ പണ്ട് സ്കൂളിൽ നിന്ന് എല്ലാവരും കഴിച്ചിട്ടില്ലേ? അന്ന് നമ്മൾ സ്കൂളിൽ പോണത് തന്നെ കഞ്ഞിയും പയറും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. എനിക്ക് 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. 8ലേക്കായപ്പോൾ പിന്നെ ഉണ്ടായില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ഞങ്ങളുടെ സ്കൂളിൽ കഞ്ഞി വെച്ചിരുന്നൊരു ജാനു ചേച്ചിയായിരുന്നു. ആ ചേച്ചി കഞ്ഞിയായി കഴിയുമ്പോൾ വരാന്തയിൽ നീളത്തിൽ പാവിരിക്കും. പിന്നെ എല്ലാ കുട്ടികളും കൂടെ നിരനിരയായി പോയി അവിടെ ഇരുന്ന് കഞ്ഞിയും പയറും കഴിക്കും, കഥ പറയും. പണ്ടത്തെ ഓർമ്മകളാണ് അതൊക്കെ. എപ്പോഴും ഈ പയറുകറി ഉണ്ടാക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയാണ്. ശരിക്കും നമ്മുടെ അന്നത്തെ ആ ശീലങ്ങളാണ് നമ്മുടെ മനസ്സിൽ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു തോന്നൽ വളർത്തിയത്. കാരണം അന്ന് എത്ര പൈസക്കാരായാലും എത്ര പാവപ്പെട്ടവരായാലും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരില്ല. എല്ലാവർക്കും ഒരേ ഭക്ഷണം. അതുപോലെ എല്ലാവർക്കും യൂണിഫോം ആണെങ്കിൽ എല്ലാവർക്കും ഒരേ ഡ്രസ്സ്, ഒരേ ഭക്ഷണം, എല്ലാവരും ഒരുപോലെ ആയിരുന്നു. ശരിക്കും അതൊക്കെ തന്നെയാണ് ഇന്നും വേണ്ടത്. നമ്മുടെ ഉള്ളി ഇപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. കഥ പറയുന്നതിൻ്റെ ഇടയിൽ ഉള്ളി വാടി. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഈ കറിക്ക് പച്ചമുളകിൻ്റെ എരിവ് മുൻപിൽ നിൽക്കുന്നതാണ് ടേസ്റ്റ്. അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മതി. ഞാൻ ഇവിടെ 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാക്കിയിട്ട് വാട്ടിയെടുക്കരുത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. നല്ല ബ്രൗൺ കളർ ആകുമ്പോൾ ഈ കറിയുടെ കളറ് മാറും. അതുപോലെ കാശ്മീരി മുളകും ചേർക്കാൻ പാടില്ല. ഈ കറിക്കൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ നിൽക്കുന്നതാണ് ഭംഗി. നമ്മൾ എല്ലാ കറിക്കും ഒരുപോലെ മസാല ഉണ്ടാക്കരുത്. ഓരോന്നിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. നമുക്ക് ഇതിലേക്ക് പയർ ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമുക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം ഗ്രേവിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നമ്മുടെ കറി ഏകദേശം റെഡി ആവാനായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന്
തിളപ്പിച്ചെടുത്താൽ മതി. ഒരു മീഡിയം തീയിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ കറി മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് ഒരു 5 മിനിറ്റോളം വെച്ചതിന് ശേഷം ഒന്ന് തുറന്നു നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം തേങ്ങ അരച്ച് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഈ കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും ഉണ്ട്. നിങ്ങൾക്ക് തേങ്ങ അരക്കാൻ നിർബന്ധമുള്ളവരാണെങ്കിൽ അല്പം തേങ്ങ അരച്ച് ചേർത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നോട് അഭിപ്രായങ്ങൾ പറയണം. കൂടുതൽ വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. താങ്ക്